സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ടിക്കറ്റും എടുത്ത് ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറിയേ. അപ്പോൾ ഒരാൾക്ക് 70 രൂപയും വണ്ടിക്ക് 40 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. അപ്പം അവിടെ സൈൻ ബോർഡിൽ 22 വളവുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വളവും തിരിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് കയറുവാണേ. അപ്പം ഈ സൈഡിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളായിരുന്നു. അപ്പം ഞാനൊരു തിരുവനന്തപുരം ജില്ലക്കാരിയാണെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കാണാം. അങ്ങനെ പൊന്മുടിയിൽ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റും നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ അവിടെ ഇങ്ങനെ കുന്നും മലയും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ എവിടെ ആദ്യം കയറണം, ഏത് ഭാഗത്താണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്കൊരു ഗൈഡില്ല. ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്കതിനകത്ത് ചിലവഴിക്കാൻ പറ്റും. നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനൊന്നും അവിടെ ആരുമില്ല. നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ ആ കുന്നൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഇതെങ്ങനെ കയറും എന്നൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ചെന്നെത്തും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ആ ഭാഗം മൊത്തവും കോടമഞ്ഞായിരുന്നു. ഒരു കാറ്റിന് നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന കോടമഞ്ഞ് മറുഭാഗത്തോട്ട് പോകും. നമ്മൾ അവിടെ ആണ് അത്രയും ഭംഗിയെന്ന് കണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കാറ്റ് മറുഭാഗത്തോട്ടാണ് വീശുന്നതെങ്കിൽ മറുഭാഗത്തോട്ട് ആ കോടമഞ്ഞ് മാറും. അപ്പോൾ നമുക്ക് കൈയെത്തുന്ന ദൂരത്ത് മേഘങ്ങളും ആയിട്ട് ആ ഭാഗമൊക്കെ അത്രയ്ക്ക് മനോഹരമായിരുന്നേ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണുന്നത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വരണമെന്ന് തോന്നിയാൽ ആദ്യം മനസ്സിൽ വരുന്ന സ്ഥലം ഈ പൊന്മുടി തന്നെ ആയിരിക്കും. അതിന് ഒരു സംശയവുമില്ല. അപ്പം ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ഉള്ള ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ടായിരിക്കണം അത്രയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് പൊന്മുടിക്ക് ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.